എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 22-ാം തീയതിയാണ് നമ്മുടെ ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ തുടങ്ങിയവയുടെ കോമൺ എക്സാം നടക്കുന്നത്. മെയിൻ എക്സാമിൻ്റെ സിലബസിലാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതായത് 10 മാർക്ക് GK, 20 മാർക്ക് ഇംഗ്ലീഷ്, 20 മാർക്ക് മലയാളം, പിന്നെ 40 മാർക്ക് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങും 10 മാർക്ക് ടൈപ്പ് റൈറ്റിങ്ങുമാണ് ഇതിൻ്റെ സിലബസ് വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന് ഇനിയുള്ള 50 ദിവസം എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കാം, അതിന് നിങ്ങൾക്ക് ഏത് മെത്തേഡ് ഉപയോഗിച്ചാലാണ് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ മേടിക്കാൻ പറ്റുക ഏത് മെത്തേഡാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം ആദ്യം പറയാം. നിങ്ങൾ +2 ലെവലോ ഡിഗ്രി ലെവലോ അല്ലെങ്കിൽ ഒരു SSLC ലെവലോ ഉള്ള ടൈപ്പിസ്റ്റിൻ്റെ, അതായത് ഇപ്പം അടുത്ത് നടന്ന 2024-25 ആ ഒരു ടൈമിൽ നടന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫൈനൽ ആൻസർ കീ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കുക. 1.5 മണിക്കൂർ തന്നെ സമയം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫുൾ കോൺസെൻട്രേഷനും ഈ അറ്റൻഡ് ചെയ്യുന്ന എക്സാമിന് കൊടുക്കുക. എക്സാം ധൈര്യപൂർവ്വം അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം നെഗറ്റീവ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് വരുന്നത്, അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്ക് കൂടുതൽ വരുന്നത് ഏത് ഭാഗത്തു നിന്നാണ്, അതുപോലെ തീരെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങളിലേക്ക് അതും നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് എത്ര നെഗറ്റീവ് വരുന്നുണ്ട്, അതുപോലെ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, അതുപോലെ ഓരോ പോർഷനിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്ന ഏരിയ, അതുപോലെ തീരെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഏരിയ കണ്ടുപിടിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീ വെച്ച് ഒരു 2-3 തവണ നന്നായിട്ട് പഠിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞ കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഏരിയ നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ നെഗറ്റീവ് വരുന്ന ഏരിയ നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിരുന്നു. അതുപോലെ തീരെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഏരിയ നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് കിട്ടുന്ന ഏരിയ ആണെങ്കിൽ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നെഗറ്റീവ് വരുന്ന ഏരിയ, അതായത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അത് നെഗറ്റീവായി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ടോപ്പിക്കുമായിട്ട് ചെറിയൊരു ടച്ച് ഉണ്ട്, പക്ഷേ മുഴുവനായിട്ട് നിങ്ങൾക്ക് അത് അറിയില്ല. അപ്പോൾ ആ ഏരിയ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. തീരെ അറിയാത്ത ഭാഗം അതും നോട്ട് ചെയ്ത് വെക്കാം. ഈ 50 ദിവസത്തിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ പഠിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സമയം കൊടുക്കേണ്ടത് തീരെ അറിയാത്ത ഭാഗം പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. പിന്നെ കുറച്ചുകൂടി നെഗറ്റീവ് വരുന്ന ഭാഗം കുറച്ച് മാറ്റി വെക്കുക. അതുപോലെ നിങ്ങൾ ക്രമീകരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല സബ്ജക്റ്റുകൾ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു ടൈം ടേബിൾ തയ്യാറാക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ദിവസം ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതം, എന്തായാലും സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ 60-ൽ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഓരോ ദിവസം ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഏരിയ നോക്കിയിട്ട് അതായത് ആ ക്വസ്റ്റ്യനിൽ വരുന്ന ഏരിയ കവർ ചെയ്ത് പോവുക. അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്ത് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് വരും, നല്ലൊരു മാറ്റം വരും. ഓക്കെ, എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പം ഡീപ്പായിട്ട് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയാസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ ഏരിയ എന്നുള്ള മാർക്ക് പോവില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൽ സിലബസിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ വരാത്ത ഏരിയകൾ ഉണ്ടാവും. അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്താൽ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം എന്ന് വെച്ചാൽ അതായത് ഈ പഠിക്കുന്ന സമയം പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വെറുതെ ഒന്നുമില്ലാത്ത സിലബസ് പഠിച്ച് തീർക്കുന്ന ആ ഒരു വേസ്റ്റ് ഓഫ് ടൈം കുറയ്ക്കാൻ പറ്റും. മാക്സിമം നിങ്ങൾക്ക് മാർക്ക് വാങ്ങാനും പറ്റും. ഓക്കെ, ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇനിയുള്ള 50 ദിവസം മാത്രമാണുള്ളത്. ഒരു ദിവസം മിനിമം 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഈ പറയുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിൽ ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതുപോലെ ഡെയിലി 30 പോളുകൾ തരുന്നുണ്ട്. അതായത് ഇംഗ്ലീഷ്, മലയാളം, പിന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ്. ഇതിൻ്റെ ഡെയിലി 30 പോൾസാണ് വരുന്നത്. 10 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട്. അതുകൂടാതെ ഓരോ ദിവസം ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കാനും തരുന്നുണ്ട്. അതിൻ്റെ ഫൈനൽ ആൻസർ കീ വെച്ചിട്ടുള്ള
ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നുണ്ട്. പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. സിലബസ് മൊത്തം കവർ ചെയ്യും. അഡീഷണൽ ആയിട്ട് വരുന്ന സിലബസ് കവർ ചെയ്യുന്നുണ്ട്. 50 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് കോഴ്സ് എന്ന് പറയുന്നത്. റെക്കോർഡഡ് ക്ലാസ്സും PDF നോട്ട്സും ആണ്. പോൾസ് ഉണ്ട്. 250 രൂപയാണ് കോഴ്സിൻ്റെ ഫീസ്. അപ്പോൾ അതായത് നിങ്ങൾക്ക് ഇതിൽ കോഴ്സിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ ഇതാണ്. ഇങ്ങനെ ഈ കോഴ്സിൽ ചേർന്ന് പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്താൻ കഴിയും. എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറേയൊക്കെ പേരെങ്കിലും ഒരു ചെറിയ ഒരു ലെവലെങ്കിലും ഒരു 40 മാർക്കെങ്കിലും കിട്ടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു ലെവൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു 70 മുതൽ 80 മാർക്ക് തീർച്ചയായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ നോക്കുക. ഞാൻ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് പഠിക്കുന്നത്. എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നി. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ മാക്സിമം കോളുകൾ ഒഴിവാക്കിയാൽ നല്ലത്. വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇന്നലെ മുതലാണ് പുതിയ കോഴ്സ്, അതായത് ഈ 50 ദിവസത്തെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്നലത്തതും ഇന്നത്തെയും ക്ലാസ്സുകൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്താലും ഇന്നത്തെയും ക്ലാസ്സുകൾ മൊത്തം കിട്ടും. ഓക്കെ, റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടൈമിനനുസരിച്ചിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.